Welcome back to my channel English Grammar Teaching and Learning. Today I am going to continue the remaining part of adjectives. Adjectivesന്റെ തുടർച്ചയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ടെക്സ്റ്റിലെ 40ാമത്തെ പേജിൽ make similar phrases creating pairs of the words given in the box below and complete the sentences. One has been done for you. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്, അതിനെ പെയറാക്കുക. എന്നിട്ട് അതുകൊണ്ട് ഇവിടെ തന്നിട്ടുള്ള ഒരു 5 ബ്ലാങ്ക്സ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എനോർമസ്, അൺയൂഷ്വൽ, വിങ്സ്, ഹാപ്പി, ട്രമൻഡസ്, ചൈൽഡ്, എന്തൂസിയാസ്റ്റിക്, ഇഫോർട്ട്, ക്രൗഡ്, നോയ്സ്. ഇത്രയുമാണ് തന്നിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിട്ടുള്ളത് നൗണും ഉണ്ട്, അതുപോലെ തന്നെ നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്. അപ്പം ഓരോ നൗണിനെയും വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡുകൾ നമ്മൾ പ്ലേസ് ചെയ്യണം ആ നൗണിൻ്റെ മുന്നിൽ, എന്നിട്ട് ഫില്ല് ചെയ്യണം. അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിഡ് യു ഹിയർ എനി അൺയൂഷ്വൽ നോയ്സ്? ഒരു എക്സാമ്പിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഡിഡ് യു ഹിയർ എനി അൺയൂഷ്വൽ നോയ്സ്? നിങ്ങൾ കേട്ടായിരുന്നോ? എന്താണ്? അസാധാരണമായൊരു ശബ്ദം. അപ്പോൾ അൺയൂഷ്വൽ നോയ്സ്, യൂഷ്വൽ നോയ്സ്, അൺയൂഷ്വൽ നോയ്സ്. അപ്പോൾ ആ ശബ്ദത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ നൗണിന് മുന്നിൽ അൺയൂഷ്വൽ ഉപയോഗിച്ചിരിക്കുന്നു. ലൈക്ക് ദാറ്റ്, പെലയോ ടുക്ക് ഡാഷ് ടു പുൾ ദി ഓൾഡ് മാൻ ഔട്ട് ഓഫ് ദി മഡ്. പെലയോ ടുക്ക് ഡാഷ് ടു പുൾ ദി ഓൾഡ് മാൻ ഔട്ട് ഓഫ് ദി മഡ്. ആ ഒരു ശ്രമം നടത്തിയെന്നാണ്. എന്താണ്? ടു പുൾ ദി ഓൾഡ് മാൻ ഔട്ട് ഓഫ് ദി മഡ്. ആ ചെളിക്കുണ്ടിൽ നിന്ന് പെലയെ പുറത്തേക്ക് വലിക്കാൻ ശ്രമം നടത്തി. അപ്പോൾ ശ്രമം എന്നുള്ളത് എന്താണ്? ഇഫർട്ട്. എങ്ങനെയുള്ള ഇഫർട്ട്? ട്രമൻഡസ് ഇഫർട്ട്. അപ്പോൾ പെലയോ ടുക്ക് ട്രമൻഡസ് ഇഫർട്ട് ടു പുൾ ദി ഓൾഡ് മാൻ ഔട്ട് ഓഫ് ദി മഡ്. അതാണ് ആൻസർ. ഇനി മൂന്നാമത്തത്, ദി ഡാഷ് പ്ലേഡ് വിത്ത് ദി ഓൾഡ് മാൻ. ഡാഷ് പ്ലേഡ് വിത്ത് ദി ഓൾഡ് മാൻ. ചൈൽഡാണ്. അപ്പോൾ ചൈൽഡ് എങ്ങനെയുള്ള ചൈൽഡ്? ഹാപ്പി ചൈൽഡ്. അപ്പോൾ ചൈൽഡിൻ്റെ മുന്നിൽ ഹാപ്പി ചേർത്തു, ട്രമൻഡസ് ഇഫർട്ടിന് മുന്നിൽ ചേർത്തു. അപ്പോൾ ദി ഹാപ്പി ചൈൽഡ് പ്ലേഡ് വിത്ത് ദി ഓൾഡ് മാൻ. നെക്സ്റ്റ് ഫോർത്ത് വൺ, ദി ഡാഷ് ഫ്ലോക്ക്ഡ് ടു പെലായോസ് ഹൗസ്. ഡാഷ് ഫ്ലോക്ക്, അവിടെ ആരാണ് കൂടിയത്? ക്രൗഡാണ്. എങ്ങനെയുള്ള ക്രൗഡ്? എന്തൂസിയാസ്റ്റിക് ക്രൗഡ്. ദി എന്തൂസിയാസ്റ്റിക് ക്രൗഡ് ഫ്ലോക്ക്ഡ് ടു പെലായോസ് ഹൗസ്. അതാണ്. Then people came to see the old man with dash wings. അല്ലേ? അതങ്ങ് പറഞ്ഞതാണ്. അവിടെ വിങ്സ്, എനോർമസ് വിങ്സ്. അപ്പോൾ ആൻസേഴ്സ്, ഡിഡ് യു ഹിയർ എനി അൺയൂഷ്വൽ നോയ്സ്? അൺയൂഷ്വൽ പ്ലസ് നോയ്സ്. പെലയോ ടുക്ക് ട്രമൻഡസ് ഇഫർട്ട്, ട്രമൻഡസ് പ്ലസ് ഇഫർട്ട്. ദി ഡാഷ് പ്ലേഡ് വിത്ത് ദി ഓൾഡ് മാൻ, ഹാപ്പി ചൈൽഡ്, ഹാപ്പി പ്ലസ് ചൈൽഡ്. Then the dash flocked to Peleus' house, the enthusiastic crowd, enthusiastic plus crowd. People came to see the old man with enormous wings, enormous plus wings. Adjectives of quality or descriptive adjectives show the quality of a person, thing or experience. ഇതെല്ലാം ആ ഓൾഡ് മാൻ്റെ ക്വാളിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഒരു adjectives of quality ആണ് സൂചിപ്പിക്കുന്നത്. യു മൈറ്റ് ഹാവ് വിസിറ്റഡ് എ പിക്നിക് സ്പോട്ട് റീസെൻ്റ്ലി. നിങ്ങൾ അടുത്ത കാലത്തായിട്ടൊരു പിക്നിക് സ്പോട്ട് കണ്ടു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. വാട്ട് മെയ്ഡ് ദി ട്രിപ്പ് മെമ്മറബിൾ? ട്രൈ ടു യൂസ് ആസ് മെനി അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആസ് പോസിബിൾ ഇൻ യുവർ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ പോയ ഒരു ടൂറിൽ സംബന്ധിച്ച് ഒരു റൈറ്റപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾ ഉപയോഗിച്ചുള്ള അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. How are they used in the sentence? Gabriel Garcia Marquez 100 Years of Solitude is an enormously successful novel. നമ്മൾ എനോർമസ് എന്ന് കണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ എനോർമസ്ലി. ദി വെദർ വാസ് അൺയൂഷ്വലി കാം. ദി ഹൈറ്റ് ഓഫേർഡ് എ ട്രമൻഡസ്ലി ബ്രീത്തിങ് വ്യൂ ഓഫ് ദി ഹിൽ ആൻഡ് ദി വാലി. ഇവിടെ എനോർമസ്, എനോർമസ്ലി, അൺയൂഷ്വൽ, അൺയൂഷ്വലി, ട്രമൻഡസ്, ട്രമൻഡസ്ലി. അപ്പോൾ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ടു ഫോം മോസ്റ്റ് adverbs of manner in English, we add ly to the adjective. So, in most of the cases, we can form adverb by adding ly to the adjective.
ഒരു അഡ്ജക്റ്റീവിനോട് ly ചേർത്തിട്ട് നമുക്ക് ആഡ്വർബ് ഫോം ചെയ്യാം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജക്റ്റീവിൽ നിന്ന് എങ്ങനെ ആഡ്വർബ് ഫോം ചെയ്യാം? വി ക്യാൻ ഫോം ആഡ്വർബ്സ് ബൈ ആഡിങ് ly ടു ദി അഡ്ജക്റ്റീവ്. അവിടെ എനോർമസ്, എനോർമസ്ലി, യൂഷ്വൽ, യൂഷ്വലി, അൺയൂഷ്വൽ, അൺയൂഷ്വലി, ട്രമൻഡസ്, ട്രമൻഡസ്ലി, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ആ ഫോമേഷനുമായി ബന്ധപ്പെട്ട കുറേ പദങ്ങൾ ഇവിടെയുണ്ട്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ചൂസിങ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. ഹി കുഡ് ഡാഷ് ഇറ്റ് ആൻഡ് ഹിസ് ഐസ് ഹാഡ് ആൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. ഇവിടെ ഹി കുഡ് സ്കേഴ്സ് ഉണ്ട്, സ്കേഴ്സിലി ഉണ്ട്. അവിടെ ഹി കുഡ് സ്കേഴ്സിലി ഈറ്റ്, അപൂർവമായി കഴിക്കുക. സ്കേഴ്സ് മീൻസ് ദുർലഭം, സ്കേഴ്സ് റിസോഴ്സസ് നമ്മൾ പറയും, വിഭവങ്ങൾ. അവിടെ സ്കേഴ്സ് റിസോഴ്സസ് അപൂർവം എന്നർത്ഥം. നൗൺ അഡ്ജക്റ്റീവാണ്, അതിൻ്റെ ആഡ്വർബാണ് സ്കേഴ്സിലി. അപ്പോൾ സ്കേഴ്സ്, സ്കേഴ്സിലി, സ്കേഴ്സ് റിസോഴ്സസ്. ഇവിടെ ഹി കുഡ് സ്കേഴ്സിലി ഈറ്റ്. ഇനി രണ്ടാമത്തത് പെലയോ ഡാഷ് ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദി ഷെഡ്. ഇവിടെ ജെന്റിലുണ്ട്, ജെന്റിലി ഉണ്ട്. ജെന്റിൽമാൻ നമ്മൾ പറയും, ജെന്റിൽമാൻ. ഇവിടെ ജെന്റിലി, പെലയോ ജെന്റിലി ത്രൂ, ജെന്റിൽ, ജെന്റിലി. Then only then did they notice that he had an extremely high temperature at night. Extremely high temperature at night. Extreme limit നമ്മൾ പറയും, ഇവിടെ extremely high temperature. They thought he was going to die and yet he miraculously and yet he miraculously survived. അതിശയകരമായ രീതിയിൽ രക്ഷപ്പെട്ടു. മിറാക്കുലസ് റിസൾട്ട്, മിറാക്കുലസ്ലി സർവൈവ്ഡ്. അപ്പോൾ അങ്ങനെ ly ചേർത്ത് ഫോം ചെയ്ത് സ്കേഴ്സ്, സ്കേഴ്സിലി, ജെന്റിൽ, ജെന്റിലി, എക്സ്ട്രീം, എക്സ്ട്രീംലി, മിറാക്കുലസ്, മിറാക്കുലസ്ലി. അങ്ങനെ അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് complete each sentence using appropriate forms of words given in the box. One has been done for you. Quick, nervous, perfect, careful, happy. അപ്പോൾ ഇതെല്ലാം അഡ്ജക്റ്റീവാണ്. അതിൻ്റെ ആഡ്വർബുകൾ ആദ്യം നമ്മൾ പഠിക്കുന്നു. ക്വിക്ക്, ക്വിക്ക്ലി, നെർവസ്, നെർവസ്ലി, പെർഫെക്റ്റ്, പെർഫെക്റ്റ്ലി, കെയർഫുൾ, കെയർഫുള്ളി, ഹാപ്പി, ഹാപ്പിലി. ദെൻ കം ടു ഫിലപ്പ്. ജോൺ വാസ് എ ക്വിക്ക് ലേണർ ആൻഡ് ഹി ക്വിക്ക്ലി ഗ്രാസ്പ്ഡ് ദി കോംപ്ലക്സ് കോൺസെപ്റ്റ്. അതവിടെ ക്വിക്ക് ലേണർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവാണ്. ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ആഡ്വർബ് ക്വിക്ക്ലി. ജോൺ വാസ് എ ക്വിക്ക് ലേണർ, ക്വിക്ക് ലേണർ അവിടെ അഡ്ജക്റ്റീവ്. ഹി ക്വിക്ക്ലി ഗ്രാസ്പ്ഡ് ആഡ്വർബ്. ദി ചെഫ് പെർഫെക്റ്റ്ലി പ്രിപ്പയർഡ് ദി ഡെലിക്കേറ്റ് ഡിഷ്. പെർഫെക്റ്റ്ലി, പെർഫെക്റ്റിൻ്റെത്. യൂസിങ് പെർഫെക്റ്റ് മെഷർമെൻറ്റ്സ്, കൃത്യമായ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഉപ്പ്, ഇതെല്ലാം കൃത്യമായ മെഷർമെൻറ്റിൽ ഫുഡ് തയ്യാറാക്കി. അതാണ്. അപ്പോൾ ദി ചെഫ്, പാചകക്കാരൻ, പെർഫെക്റ്റ്ലി പ്രിപ്പയർഡ് ദി ഡെലിക്കേറ്റ് ഡിഷ് യൂസിങ് പെർഫെക്റ്റ് മെഷർമെൻറ്റ്സ്. ദെൻ തേർഡ് വൺ, ദി ഹാപ്പി സമ്മർ ഡേ എൻഡഡ് ഹാപ്പിലി വിത്ത് a stunning sunset. ദി ഹാപ്പി സമ്മർ ഡേ, സന്തോഷകരമായിട്ടുള്ള ആ സമ്മർ ഡേ അവസാനിച്ചു. ഹാപ്പിലി, സന്തോഷത്തോടു കൂടി അവസാനിച്ചു. വിത്ത് എ സ്റ്റണ്ണിങ് സൺസെറ്റ്, നല്ല മനോഹരമായ സൂര്യ അസ്തമയത്തോടു കൂടി. മേരി ഈസ് എ നെർവസ് പേഴ്സൺ ഹൂ ലാവ്സ് നെർവസ്ലി വെൻ സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ്. മേരി എങ്ങനെയാണ്? നെർവസ് പേഴ്സൺ ആണ്. ഹൂ ലാവ്സ് നെർവസ്ലി വെൻ സ്പെൻഡിങ് ടൈം വിത്ത് ഫ്രണ്ട്സ്. ദെൻ ലാസ്റ്റ് വൺ, ദി ഡാഷ് കെയർഫുൾ ഹോസ്റ്റ് ഗ്രീറ്റഡ് ഹെർ ഗസ്റ്റ്. carefully hoping everything goes smoothly. The careful host, ശ്രദ്ധയുള്ള ആതിഥേയൻ ഗ്രീറ്റ് ചെയ്തു അവളെ, അതിഥിയെ. കെയർഫുള്ളി, ശ്രദ്ധാപൂർവം. ഹോപ്പിംഗ് എവരിത്തിങ് ഗോ സ്മൂത്ത്ലി, ഒരു പിഴവും സംഭവിക്കരുത് എന്നുള്ളതിൽ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഒരു എക്സസൈസ് ഉണ്ട്, അതുകൂടെ പഠിച്ചാൽ ഈ യൂണിറ്റ് അവസാനിക്കും. അത് നമ്മൾ പഠിക്കാനുള്ളത് എന്താണ്? നമുക്കിനി പഠിക്കാനുള്ളത് സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസിനെ കുറിച്ചാണ്. സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻസ്.
We will study that in the next class. Okay, I hope that you understood today's class. Please subscribe, share and support me. Thank you so much.